ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ടു തമിഴ്നാട്, തമിഴ്നാട് ടു കേരളം, അതായത് 3 സ്റ്റേറ്റും ഒറ്റ ദിവസത്തേക്ക് കിടക്കുന്ന വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങി ഒരു 15 മിനിറ്റ് സംസാരിച്ച ഉടനെ എനിക്ക് ഉറക്കം വന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ സൺറൈസിൻ്റെ വീഡിയോ ഞാൻ ചേച്ചിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ വരൂ ഗായ്സ്, ചേച്ചിൻ്റെ ഒരു സൺറൈസ് വീഡിയോ നമ്മൾ കണ്ടിട്ട് വരാം. അപ്പോൾ ദാ ഉറങ്ങി എണീറ്റ മുഖമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയെന്ന് ഇരുത്തിരിക്കുന്നത്, കഴിച്ചിട്ട് നമ്മൾ വീണ്ടും കാണാം. അപ്പോൾ കഴിച്ച് നല്ല എനർജി ആയിട്ട് വന്നതിന് ശേഷം കുറേ ദിവസത്തിന് മുമ്പ് എടുത്തു വെച്ചിരുന്ന വാശി സിനിമയാണ് ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഞാനാദ്യം വിചാരിച്ചു ഈ സിനിമ ഭയങ്കര അടിയും ബോറായിട്ടിരിക്കുന്നത്. കണ്ട് വന്നെന്ത് ഇപ്പോൾ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഡാഡി വിളിച്ച് ലെഫ്റ്റ് സൈഡ് നോക്കും, വലിയ ആര കിടക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന്. അപ്പോൾ സമയം ഒരു 11:11 ആയിരിക്കും. സാധാരണ നമ്മൾ കോഫി കുടിക്കേണ്ട സമയമൊക്കെ ഇല്ലേ. അപ്പോൾ വിചാരിച്ചു ഒരു കടയിൽ നിർത്തി ഇച്ചിരി സ്നാക്സ് ഒക്കെ അടിച്ചിട്ട് പോവാമെന്ന്. അപ്പം നമ്മൾ വന്ന സ്ഥലത്ത് കുറേ സാധനങ്ങൾ വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ അതാ കണ്ടില്ലേ, ഈ സൂര്യൻ എന്നെ കണ്ണിന് അടിച്ചു പൊട്ടിച്ച്. ഇവിടെ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ജിഗിർദണ്ഡ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സംഭവം നോർമൽ ജിഗിർദണ്ഡ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ജിഗിർദണ്ഡ ഉണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യലാണ് മേടിച്ചത്, ബിക്കോസ് അതിനകത്ത് ജിഗിർദണ്ഡ ഐസ്ക്രീം അല്ലാതെ ഒരു ഫ്ലേവർ ഐസ്ക്രീമും കൂടി കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, സംഭവം അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മളവിടെ നിന്ന് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങി. പെട്ടെന്ന് കേരളം എത്തണ്ടേ. അപ്പോൾ ദാ ഈ കാണുന്ന ക്ലിപ്പില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ബിക്കോസ് ഇതിൻ്റെ പിറകിൽ കാണുന്ന മലകൾ വന്ന് കുമിഞ്ഞ് ഒരു വലിയ ചെയിൻ ഓഫ് മൗണ്ടൻസ് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഒരു ബ്ലൂ ഹാർട്ട് ഇടുക. അപ്പോൾ സമയം ഒരു 2:02 എവിടെ ഇരുന്നോ ഒരു കരുകുന്ന മണം വന്നല്ലോ എന്ന് നോക്കിയപ്പോൾ കാണാൻ എൻ്റെ വയറിലിരുന്നാണ് വന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു നോൺ വെജ് മീൻസ് കിട്ടുന്ന കടയിൽ നോക്കിയിട്ട് പെട്ടെന്ന് കയറും. നമ്മൾ പെട്ടെന്ന് ചടപടന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഈ കാണുന്നതാണ് റാംകോൻ്റെ വിൻ ഫാം. ഇത് വന്ന് ബാംഗ്ലൂർ ടു തമിഴ്നാടിൻ്റെ ഹൈവേസിലാണ് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ തെങ്ങൊക്കെ കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈങ് ആണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൊത്തം തെങ്ങായിരുന്നു പോകുന്ന വഴി മൊത്തം. അപ്പോൾ ഈ തെങ്ങൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഈ കരിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന്. സാധാരണ തേങ്ങാ വെള്ളം ഇഷ്ടമില്ലാത്തവർക്ക് ഇളനിയും ഇഷ്ടമില്ല, പക്ഷേ എനിക്ക് തേങ്ങാ വെള്ളം ഇഷ്ടമില്ല. പക്ഷേ ഇളനിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പപ്പേൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ എവിടെ എത്തിയെന്ന്. അപ്പോൾ പപ്പ പറഞ്ഞ് നമ്മൾ കേരള എടുക്കാറായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം അങ്ങോട്ട് സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ മാർത്താണ്ഡ എത്തി, കളികവള താണ്ടി അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. നോക്കിയപ്പം കാണാം നമ്മൾ കേരള എത്തി ഗായ്സ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ട്. നമ്മൾ കേരള എത്തിയാണ് നേരെ ട്രെൻഡ്സിലോട്ട് വിട്ട. അപ്പോൾ അവിടെ വന്ന് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്തിരുന്ന് ഒരെണ്ണം തപ്പിപ്പിടിക്കാണെങ്കിൽ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരെണ്ണം തപ്പിപ്പിടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ട്. അപ്പോൾ ഈ കയറ്റം കയറി റൈറ്റ് എടുത്താൽ വീടെത്തി. അപ്പോഴാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തത്, ഇത്രയും നേരം ഇല്ലാത്ത ക്ഷീണവും കാര്യങ്ങളും വീട് കണ്ടുടനെ എത്തി. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല.
അപ്പോൾ വീട്ടിലോട്ട് ചെന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കണം. ക്രിസ്മസ് അല്ലേ, നീ കാണും. അപ്പോൾ നമ്മളിതാ എത്താറായി. 3, 2, 1 നമ്മൾ വീടെത്തി. അപ്പോൾ വീടെത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇറങ്ങിയ ഉടനെ എൻ്റെ കൊച്ചനിയത്തിനെ പോയി പിതുക്കി വെച്ച് കൊടുത്ത പാവള്. അപ്പോൾ എല്ലാവർക്കും ഹായും ബായൊക്കെ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ വരുന്ന വരിക്കൊരു കൊച്ചു പ്ലം കേക്ക് മേടിച്ചായിരുന്നു എല്ലാവർക്കും കൂടി വെട്ടി മുറിച്ച് കഴിക്കാൻ. അതിനെയും മുറിച്ച് കഴിഞ്ഞ് എൻ്റെ വരവ് നേരെ കിച്ചണിലോട്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഇപ്പം കാണാം മാസ്റ്റർ ചെഫ് അവിടെ ഇരുന്നിട്ട് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ശരി, അതൊരു കണ്ടൻറ് അല്ലേ, വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്തു. അപ്പം നല്ല മസാല പുരട്ടി വെച്ച് ചിക്കൻ എടുത്ത് ഗ്രില്ലിലോട്ട് അടുക്കി അങ്ങനെ അതിനെ അടച്ച് നേരെ കരിയടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ പൊളി തന്നെ. എന്തായാലും പറയുന്നത് എളുപ്പമല്ലേ, അതിനെ ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്കും ഒരു നേരെ ആവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളതായ വീട്ടിൽ ഇച്ചിരി സഹായങ്ങളൊക്കെ ചെയ്ത് ഇതിനെ ഇച്ചിരി നല്ലോണം വീഡിയോ ഒക്കെ എടുത്ത് ഇരിക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല മുറിഞ്ഞ് കിട്ടാനും മാസ്റ്റർ ചെഫ് പെട്ടെന്ന് എണ്ണനെ പുറട്ടി വെച്ച് ചിക്കൻ ഇറക്കണ മുമ്പ് അവസാനം ഒരു വട്ടം കൂടി എണ്ണേനെ തേച്ചെടുത്തതിന് ശേഷം ചിക്കനെ എടുത്ത് ഹോട്ട് ബോക്സിനകത്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും അടുത്ത സെറ്റ് ചിക്കൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ ദാ ഈ കണ്ടില്ലേ, ഇതാണ് എൻ്റെ മാസ്റ്റർ ഷെഫ് മാമൻ. അപ്പോൾ മാമൻ്റെ സ്പെഷ്യലായിരുന്നു ഇന്നത്തെ തന്തൂരി ചിക്കൻ. അപ്പോൾ ദാ ഈ കാണുന്നില്ലേ, ഇതാണ് തന്തൂരി ചിക്കൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ കൊണ്ടുവന്ന് നമ്മളുടെ ക്രിസ്മസ് വെക്കേഷൻ്റെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ദിസ് ഈസ് യുവർ ബി സൈനിങ് ഓഫ്. ബൈ.